സിനിമാ താരം മഞ്ജു വാര്യരെ രക്ഷിക്കണം എന്നുള്ള ആവശ്യവുമായി ഒരു സംവിധായകൻ കുറേയധികം ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പല വീഡിയോകളായും ഓഡിയോകളായും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നേഷൻ ഫെസ്റ്റിൽ ഇന്ന് അതിഥി സംവിധായകൻ സനൽകുമാർ ശശിധരനാണ്. നമസ്കാരം. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം എന്റേതല്ല, കമന്റ് ബോക്സിൽ ഒരുപാട് പേർ ഈ വീഡിയോകളുടെ എല്ലാം അടിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മഞ്ജു വാര്യരെ രക്ഷിക്കാൻ താങ്കൾ ആരാണ്? ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഇപ്പോഴും? അതെ, ഇപ്പോഴും പ്രണയത്തിലാണ് എന്ന് പറയാൻ എന്ത് തെളിവാണ് കയ്യിലുള്ളത്? ഞങ്ങൾ ഒരു 2019 ഞാൻ ആ സിനിമ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ബ്ലോക്കായി. ഞങ്ങൾ തമ്മിൽ ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് പെട്ടെന്ന് അത് ബ്ലോക്കായി. അതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോഴാണ് ശരിക്കും ഇവർ മറ്റാരുടെയോ ക്ലച്ചസിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതും അതേപ്പറ്റി ഞാൻ പരസ്യമായിട്ട് പറയുന്നതുമൊക്കെ. പറയുന്നതോടെ എനിക്ക് കുറേ ഭീഷണികൾ വരാൻ തുടങ്ങി. അത് പോലീസിൽ നിന്നാണ് വരുന്നത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഭീഷണികൾ വരാൻ തുടങ്ങിയത്. അത് പിന്നെ അവർ പറയുന്നതൊക്കെ കള്ളമാണ്. മഞ്ജു വാര്യർ പരാതി കൊടുത്തു, മഞ്ജു വാര്യരുടെ ബ്രദർ പരാതി കൊടുത്തു, അതുകൊണ്ട് നിങ്ങൾ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതും ഒരു ജൂറിസ്ഡിക്ഷനും ഇല്ലാത്ത ഒരു ഭീഷണികളാണ് വരുന്നത്. ആദ്യം ഇത് സംഭവിക്കുന്നത്, ഞാൻ ശരിക്കും ഞങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പോലും പറയുന്നതിന് മുൻപ് 2021 ഡിസംബറിലെന്തോ ആണ് സംഭവിക്കുന്നത്. ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ട് അരൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു CI എന്നെ വിളിച്ചിട്ട് വളരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചു. നിങ്ങളിനി ഇവരെ പറ്റി ഒന്നും സംസാരിക്കാൻ പാടില്ല, ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. ഞാനൊരു വഴിപോക്കനല്ല. ഞാനും മഞ്ജു വാര്യരും ചേർന്നിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റൊരു സിനിമ ചെയ്യാൻ വേണ്ടി കരാർ എഴുതിയിട്ടുണ്ട്. എൻ്റെ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇനി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനു പറയുന്നു എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപ്പറ്റി ഞാൻ അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാനും ഇവരും തമ്മിലുള്ള ബന്ധം ആണ് ഇവിടെ ഏറ്റവും വലിയ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേര് സനൽകുമാർ എന്നോ അങ്ങനെ എന്തോ ആണ്. ശരിക്കും ഇയാൾ എന്തിനാണ് ഈ മഞ്ജു വാര്യരുടെ പിന്നാലെ ഇങ്ങനെ റിലേഷൻഷിപ്പാണ്, ഞങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ അതിനുള്ള തെളിവുകൾ കാണിക്കാം. ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്തായാലും ചാറ്റുകൾ കാണും, മെസ്സേജുകൾ കാണും, അല്ലെങ്കിൽ വിളിച്ച റെക്കോർഡുകൾ കാണും, ഇതൊക്കെ കാണും. ഈ ഒരു മഞ്ജു വാര്യരെ വെച്ച് ഒരു സിനിമ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ സത്യമുണ്ട് കേട്ടോ. കയറ്റം എന്ന് പറയുന്നൊരു സിനിമയാണ് എടുത്തിരിക്കുന്നത്. അതെ, സിനിമയുടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കയറ്റം എന്ന് പറയുന്നൊരു സിനിമയാണ് ഇയാൾ എടുത്തിട്ടുള്ളത്, മഞ്ജു വാര്യരെ വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ മേ ബി ആ സിനിമ ഇതുവരെ റിലീസായിട്ടൊന്നും ഇല്ല, റിലീസാവാൻ അനുവദിക്കാത്തതായിരിക്കാം. മേ ബി ചിലപ്പോൾ ഒരുപാട് ആളുകളുടെ ഇടപെടലൊക്കെ ഇതിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. അതിനുശേഷം ഇയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് മഞ്ജു ചേച്ചിന്റെ ഇഷ്ടമാണ്, ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യമാണ്. ഇത് ശരിക്കും മഞ്ജു വാര്യർക്ക് പോലും അറിയാന്നുള്ള കാര്യം സംശയമാണ്. അത്രയ്ക്ക് വലിയ സംശയമുള്ള ഒരു കാര്യമാണ്. മഞ്ജു വാര്യർക്ക് പോലും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അറിയാന്നുള്ളൊരു കാര്യം. കാരണം ഇയാൾ ഇങ്ങനെ നാട് നീളെ പാടിക്കൊണ്ട് കിടക്കാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇതുപോലെ കുറെ ഉടായ്പകൾ കാണും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാളെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ശരിക്കും മറ്റേ ജയസൂര്യയുടെ ഒരു പടത്തില് ശരിക്കും ജയസൂര്യക്ക് ഒരു സിനിമാ നടിയോട് ഇഷ്ടം തോന്നി, അത് ഭ്രാന്തായി മാറുന്ന ഒരു രീതിയാണ്. ഇയാൾക്ക് ഭ്രാന്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഒരു രീതിയാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോന്നിയത്. എന്തായാലും ഈ വീഡിയോയുടെ ബാക്കി നമുക്ക് കണ്ടുനോക്കാം. പ്രശ്നമൊന്നും അതിന് തടയിടുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആളുകളാണ് എന്നും എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതേപ്പറ്റി അന്വേഷിക്കാൻ ഞാൻ നേരിൽ ഇവരെ കാണാൻ പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇവർ ഫിസിക്കലി തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ക്ലച്ചസിലാണ്. അതായത് മറ്റൊരാൾക്ക് ഇവരുടെ ഇൻറ്റിമേറ്റ് സ്പേസിൽ അവരുടെ മനസ്സിൽ ഈ പറയുന്ന പോലത്തെ എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്പേസിലാണ് അവരുള്ളത് എന്ന് മനസ്സിലാവുന്നത്. ഞാൻ കോട്ടയത്ത് ഇവരെ കാണാൻ പോയി. കോട്ടയത്ത് കാണാൻ പോയപ്പോൾ പിന്നെ ഞാനും എൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ മഹേഷ് എന്ന് പറഞ്ഞിട്ട്, മഹേഷ് പിള്ള എന്ന് പറഞ്ഞിട്ട്. ഈ മഹേഷ് ഞാൻ കൂടി കാണാൻ പോയി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ മാനേജർ എന്ന് പറയുന്ന ഈ ബിനീഷ് ചന്ദ്രൻ വന്നിട്ട് പറയുന്നു, ചേട്ടാ നമുക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ റോഡ് സൈഡിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു കാർ വരുന്നു. ഇവരെ പെട്ടെന്ന് ഡോർ തുറന്ന് ഇവരെ അങ്ങ് തള്ളി കയറ്റുന്നു, കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിൽ വലിയ ദുരൂഹതയുണ്ട്. പോലീസ് ഈ പറയുന്നത് പോലെ പോലീസ് ഇടപെടുന്നു, പോലീസാണ് കാണരുത് എന്ന് നിശ്ചയിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലീസിന് ഈ പറയുന്ന പോലെ മഞ്ജു വാര്യറും സനൽകുമാർ ശശിധരനും തമ്മിൽ കാണണമെന്ന് അവർക്ക് ഒരു അഭിപ്രായം ഉണ്ടാകണമെന്നില്ലല്ലോ. അവരെ ആരോ നിയന്ത്രിക്കുന്നു. അത് ആരാണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, അതാണ് എൻ്റെ വിശ്വാസത്തിനേക്കാളും വലിയൊരു കാര്യമാണ് ഇതിൽ അന്വേഷണം നടത്തുക എന്നുള്ളത്. ഇപ്പൊ എനിക്ക് പറയാം മഞ്ജു വാര്യരുടെ എക്സ് ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഏതെങ്കിലും വലിയ മാഫിയയാണ്, അവരുടെ മാനേജറാണ് എന്നൊക്കെ
എനിക്ക് പറയാം. പക്ഷെ ഞാൻ പറയുന്നതിനേക്കാളും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതേപ്പറ്റി വളരെ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് റിട്ടൺ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ മാധ്യമങ്ങളിൽ വന്ന് പറയുകയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയോ അല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കംപ്ലയിൻ്റ് ഒന്നും അന്വേഷിക്കാതെ എന്താ ചെയ്യുന്നത്, എന്നെ ഓരോ തവണയായിട്ട് പിടിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്, പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്നും മുതൽ പറയുന്നത് എന്താണ്, ഞങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിലാണ്, ഞങ്ങളെ പരസ്പരം കാണാൻ അനുവദിക്കുന്നില്ല. ഈ പറയുന്ന ഇയാളും ഈ ഇന്റർവ്യൂറും ഈ ചാനലുകാരൊക്കെ ആദ്യം പറഞ്ഞിട്ടടിക്കണം, ഓക്കെ, ഞങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല എന്ന്. ശരിക്കും മഞ്ജു വാര്യർ ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയൊന്നും അല്ല, മഞ്ജു വാര്യർ ഇപ്പോൾ സെപ്പറേറ്റ് ആണ്. സോ മഞ്ജു വാര്യർക്ക് മഞ്ജു വാര്യരായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയും കാര്യപ്രാപ്തിയൊക്കെ ഉണ്ട്, മനസ്സിലായോ? കാരണം അവരുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തീരുമാനിക്കുന്നത് അവരാണ്. ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മഞ്ജു ചേച്ചിക്ക് ഇയാളെ കാണുന്നതിന് പ്രശ്നം എന്താണ്? ശരിക്കും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. ഇത് ശരിക്കും ഇയാൾ കെട്ടിച്ചമച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. സോ അതിന്റെ പേരിലായിരിക്കണം ഇയാൾ മഞ്ജു ചേച്ചി വെച്ചെടുത്ത സിനിമ പോലും ഇന്ന് റിലീസ് ആവാഞ്ഞത്. ഓക്കെ, ഇന്ന് ഇപ്പോഴും റിലീസ് ആവാത്തത് ശരിക്കും അതിനുള്ള കാരണം അത് തന്നെ ആയിരിക്കാം. എന്തൊക്കെയാണ് ഇത്? വെറുതെ ഒരാളോട് ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കി നാണോ മാനമില്ലേ? ശരിക്കും കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? വെറുതെ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്തോന്ന് ഇത്? ബാക്കി കാണും എന്ന് എത്ര കാലമായിട്ട് പറയുന്നു എന്ന് ആലോചിച്ച് നോക്കും. അതെ, താങ്കളോട് സംസാരിക്കുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും താങ്കൾ പറയുന്നത് എന്റെ ജീവന് പോലും ആപത്തുണ്ട്. തീർച്ചയായിട്ടും അത്രയ്ക്ക് ഒരു സ്പേസിൽ മഞ്ജു വാര്യർ മറ്റൊരു ബന്ധത്തിലേക്ക് പോകരുത് എന്നുള്ള ശാഠ്യം ആർക്കോ ഉണ്ട്. തീർച്ചയായിട്ടും. അത് എന്തുകൊണ്ടാണ്? എൻ്റെ ഊഹാപോഹങ്ങൾക്ക് ഇതിനകത്ത് വിലയില്ല. പക്ഷേ ഞാൻ എന്നാലും ഊഹാപോഹങ്ങൾ പങ്കുവെക്കാമല്ലോ. ഈ പറയുന്നത് പോലെ കമന്റ് ബോക്സിലാണെങ്കിലും പൊതുജനമാണെങ്കിലും എല്ലാവരും പറയുന്നു ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ താങ്കളുടെ കയ്യിലുള്ള ഈ പറഞ്ഞ തെളിവുകൾ അല്ലെങ്കിൽ താങ്കളുടെ ഊഹാപോഹങ്ങൾ പങ്കുവെക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഊഹാപോഹം അല്ല, ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഫാക്ട്സ് പറയാൻ. അതായത് ഈ മഞ്ജു വാര്യർ ദിലീപിന്റെ വിവാഹത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് അവരുടെ മകളെ അവരുടെ കൂടെ ഇല്ല. അപ്പോൾ അതിൻ്റെ റീസൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ദുർനടപ്പുകാരി ആയതുകൊണ്ട് മകൾ കൂടെ പോയില്ല എന്നുള്ള ഒരു വേർഷനാണ് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയെ പറ്റി പറയാവുന്ന ഏറ്റവും വലിയ അപവാദമാണത്. അതായത് ഒരു 8-10 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഈ അമ്മയുടെ കൂടെ പോകാത്തത് അമ്മയുടെ ദുർനടപ്പ് കൊണ്ടാണ് എന്ന് വലിയൊരു പ്രചാരണം നടക്കുന്നു. ഇപ്പൊ ഞാൻ ഇവര് തടവിലാണെന്നും ഇവർക്ക് സുരക്ഷ ആവശ്യമുണ്ടെന്നും പറയുമ്പോൾ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കോലാഹലം ഉണ്ടാകുന്ന ആളുകളൊന്നും തന്നെ ഈ ഇങ്ങനെയുള്ള പ്രചാരണത്തിനെതിരെ മിണ്ടിയിട്ടേ ഇല്ല. അതിനുശേഷം ഇവർക്ക് ഒരു നിയമപരമായിട്ട് കിട്ടേണ്ട എലിമിനി ഒന്നും കൊടുക്കാതെയാണ് അവർ കല്യാണത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ പറയുന്ന അതിനൊരു വേർഷൻ എന്ന് പറയുന്നത് ഇവരൊരു സ്ത്രീ ശക്തിയുടെ ഉദാഹരണമായിട്ട് പുറത്തു വന്നതാണ് എന്നാണ് പറയുന്നത്. ഇവരുടെ സിനിമകളെല്ലാം മുടക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ റെക്കോർഡിക്കലി എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. എവിഡന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പടങ്ങളെല്ലാം മുടക്കാൻ ശ്രമിച്ചു. അവർ വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അതെല്ലാം അതിജീവിച്ചിട്ട് അവർ സിനിമ ചെയ്തു, സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇതിനുശേഷം നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞത് മഞ്ജു വാര്യരാണ്. അതല്ല എങ്കിൽ ഈ കേസ് പൾസർ സുനി എന്ന് പറയുന്ന ഒരു ക്രിമിനലിന്റെ കയ്യിൽ മാത്രം ഒതുങ്ങുമായിരുന്നു. അതിന്റെ പിന്നിൽ ഗൂഢാലോചനയൊന്നും ആരും അന്വേഷിക്കാനേ പോകുന്നില്ലായിരുന്നു. അത് അന്വേഷിച്ച് പോയപ്പോഴാണ് ദിലീപിലേക്ക് എത്തുന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്, WCC ഉണ്ടാകുന്നത്. അത് മഞ്ജു വാര്യരുടെ മുൻകൈയിൽ ഉണ്ടായ കാര്യമാണ്. മഞ്ജു വാര്യരും ഇവർ എല്ലാവരും കൂടി ചേർന്നിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നു. അന്ന് VS അച്യുതാനന്ദൻ ഒരു വലിയ ഉപദേഷ്ടാവായിരുന്നു, ഭരണ ഉപദേഷ്ടാവായിരുന്നു, അദ്ദേഹത്തെ പോയി കാണുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ ഈ WCCയും ഹേമ കമ്മിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നത്. ദിലീപ് 90 ദിവസം കഴിഞ്ഞപ്പോൾ ചാർജ് കൊടുക്കാത്തതുകൊണ്ട് പുറത്തിറങ്ങി. കുറ്റം ഇല്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങിയതല്ല, സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടാണ് അയാൾ പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയതിനു ശേഷം ഒരുപാട് ആളുകൾ കൂറുമാറി, സാക്ഷി പറയാൻ തയ്യാറല്ലാതായി. ഇവര് WCC പുറത്തായി. WCC പുറത്തു വന്നു. പിന്നെ മിണ്ടിയിട്ടേ ഇല്ല, WCC എന്ന കാര്യത്തെപ്പറ്റി മിണ്ടിയിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവർ തിരിച്ചു മൊഴി പറഞ്ഞു എന്നൊരു പ്രചാരണം നടന്നു. മഞ്ജു വാര്യർ ചെന്ന് ഹേമ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹേമ കമ്മിറ്റി ഉണ്ടാവാൻ കാരണക്കാരിയായ ഒരു സ്ത്രീ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് ചെന്നിട്ട് ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുമോ? പറയില്ല. എന്തെങ്കിലും കാരണമുണ്ടാവും. ഇതൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടേ ഇല്ല. കേരള സമൂഹം ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടേ ഇല്ല. എന്തുകൊണ്ട് മഞ്ജു വാര്യർ ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന് നമുക്കറിയില്ല.
ഈ സനൽകുമാർ ശശിധരൻ പറയുന്ന ആരോപണങ്ങളിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ, നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ കാര്യത്തിൽ, WCCയിൽ നിന്ന് എന്തുകൊണ്ട് അവർ പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള കാര്യത്തിൽ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലും മഞ്ജു വാര്യർ മൗനം പാലിക്കുന്നു. അതേസമയം മഞ്ജു വാര്യർ എല്ലാത്തിലും മൗനം പാലിക്കുമോ? ഇല്ല. മഞ്ജു വാര്യർ ചില കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായ അഭിപ്രായങ്ങൾ പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ 2018 മുതലാണ് മഞ്ജു വാര്യരുമായി അടുപ്പത്തിലായത് എന്ന് പറയുന്നു. അപ്പോൾ ആ കാലയളവ് മുതൽ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാമർശങ്ങൾ, വളരെ പേഴ്സണലി സംസാരിക്കുന്ന രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ എന്തെങ്കിലും പങ്കുവയ്ക്കാൻ ഇവരെ തമ്മിൽ വിളിക്കണ്ടേ? ഇവര് തമ്മിൽ ഒരു കോൺടാക്റ്റും കാണത്തില്ല. ഒരു പടം എടുത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇയാൾക്ക് മഞ്ജു വാര്യരോട് ഇഷ്ടം തോന്നുന്ന കാര്യം എന്താണ്? ഇയാളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? ശരിക്കും മഞ്ജു വാര്യർ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ മറ്റാരോ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞത് ശരിക്കും ദിലീപേട്ടനെ തന്നെ ആയിരിക്കാം. ദിലീപേട്ടനായിരിക്കും അവളിൻ്റെ അടുത്തൊരു ബന്ധത്തിലേക്ക് പോകുന്നത്, അവർക്കൊരു നല്ല ലൈഫ് കിട്ടില്ലെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ പറയുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, ഏതോ ഒരു തിയേറ്ററിന്റെ ഇനാഗുറേഷന് ശരിക്കും രണ്ടുപേരും പരസ്പരം ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തിട്ടൊക്കെ പോകുന്ന ഒരു പരിപാടി. ദിലീപ് എനിക്കൊന്നും അത്രയ്ക്കും നീചരൊന്നും അല്ലെന്ന് തോന്നുന്നു ശരിക്കും. ഓക്കെ, ഇപ്പൊ മഞ്ജു വാര്യരുടെ അടുത്തൊരു റിലേഷൻഷിപ്പിൽ വന്നിട്ട് ദിലീപിന് ഇപ്പൊ എന്താണ്, അവർ ലീഗലി ഡിവോഴ്സ് ആയ രണ്ട് വ്യക്തികളാണ്. ഇപ്പൊ ദിലീപിന്റെ ഒരു ജീവിതം തെരഞ്ഞെടുത്തു, കാവ്യ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ എന്തുകൊണ്ട് മഞ്ജുവിന് മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്തുകൂടാ? അത് മഞ്ജുവിന്റെ ഇഷ്ടമാണ് ശരിക്കും. അതിന് ശരിക്കും പറഞ്ഞൊരു കുറച്ചെങ്കിലും യോഗ്യതയുള്ള ഒരാൾ വേണ്ടേ? ഇവനെ പോലുള്ള ഒരു ആള് വന്നിരുന്നിട്ട് ഞാനും മഞ്ജു തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞാനും മഞ്ജു തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിന് എന്ത് ലോജിക്കാണ് ശരിക്കും പറഞ്ഞുള്ളത്? ഇവന്റെ കയ്യിൽ ഒരു തെളിവോ തേങ്ങയോ മണ്ണാങ്കട്ടയോ ഒന്നുമില്ല. ഇവര് തമ്മിൽ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു സാധനങ്ങളും ഇല്ല. വെറുതെ ഒരു മീഡിയ എടുത്ത് വെച്ചിട്ട് ഇവന്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് വെച്ച കലക്കാണ് ശരിക്കും. ഓക്കെ, ശരിക്കും ഇത്രയും കഴിവുള്ള മലയാളത്തിൽ പോലും നമ്മളെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്ന മഞ്ജു ചേച്ചി ശരിക്കും അപമാനിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവനിങ്ങനെ നാട് നീളം നടന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലായാലും മറ്റ് ചാനലുകളിലൊക്കെ പോയി ഇന്റർവ്യൂ കൊടുത്തിട്ട് ഞാനും മഞ്ജു ചേച്ചി നമ്മുടെ ഇഷ്ടത്തിലാണ്. അല്ലെങ്കിൽ തന്നെ ഇഷ്ടം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പിടിച്ചു വാങ്ങാനുള്ള തോന്നാണ് അവർക്ക് ഉള്ളിനുള്ളിൽ തോന്നണ്ടേ. ഇവനും മഞ്ജു ചേച്ചി തമ്മിൽ അത്യാവശ്യം നല്ല ഏജ് ഡിഫറൻസ് വരെ കാണും. എന്നിട്ടാണ് ഇതുപോലെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്. ചിലപ്പോൾ ഇവരുടെ പണവും പദവിയും ഒക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇഷ്ടം തോന്നിയത് പോലും. ഓക്കെ, ദിലീപായിട്ട് പിരിഞ്ഞിട്ട് ഇത്രയോ വർഷമായി. അതിനുശേഷം ദിലീപ് പെട്ടെന്ന് എടുത്ത് റിലേഷനിലോട്ട് പോയി കാവ്യമായിട്ട്. എന്തുകൊണ്ട് മഞ്ജു ചേച്ചി ഇതുവരെ പോയിട്ടില്ല? പുള്ളിക്കാരിക്കും മേബി ചിലപ്പോൾ ഒന്നും താല്പര്യം പോലും കാണത്തില്ല. ഇവൻ ഈ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ ഇതുപോലെ ഇന്റർവ്യൂലൊക്കെ പോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഇഷ്ടം കൂടെ പോയി അവർ വെറുത്ത് പണ്ടാരം അടക്കത്തുള്ള ഈ മണ്ടനോട് ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, ബാക്കിയാണ് പങ്കുവച്ചിട്ടുണ്ടോ? അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള ഇടവേളകൾ തന്നെ കുറച്ച് സംസാരിക്കും. വേറെ ആരെങ്കിലും അതിനകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നു എന്നൊരു ഫീൽ വരുമ്പോൾ സംസാരിക്കാതാവും. ഈ സംസാരം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയല്ലേ? സോഷ്യൽ മീഡിയ വഴിയല്ല. എനിക്ക് നമ്പരും വാട്സപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ 2018 എന്നെ മഞ്ജു വാര്യർ കോൺടാക്ട് ചെയ്തിട്ട് ഫോണിലൂടെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമ കാണണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നമ്പർ തന്നിട്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കൂ സനൽ എന്നൊക്കെ പറയുകയായിരുന്നു ചെയ്തത്. ഞാൻ പിന്നെ എനിക്ക് ഇവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് അങ്ങനെ കടന്നു കയറാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല. അവരുടെ ചുറ്റുപാടുകൾ എനിക്ക് പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ കമേഴ്സ്യൽ സിനിമയുടെ എല്ലാ കെട്ടുപാടുകളും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ കുറേ കാലം ഇവരെ പറ്റി കരുതിയിരുന്നത്. പിന്നെ ഇവർ അങ്ങനെ അല്ല എന്ന് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യും സമയത്താണ്. ഞങ്ങൾ ഹിമാലയത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ പറയുന്ന കമേഴ്സ്യൽ സിനിമയുടെ യാതൊരു അമ്യൂണിറ്റീസും ഇല്ലാതെ പിന്നെ ഒരു സൗകര്യങ്ങളും ഇല്ലാതെ അവർ ഞങ്ങളുടെ കൂടെ സഹകരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്നത് നമ്മളാരും കാണുന്ന തരത്തിലുള്ള ഒരു സ്ത്രീ അല്ല. അതുമാത്രമല്ല, ഇവരെ നമ്മൾ കാണുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് എന്നും എനിക്ക് മനസ്സിലാവുന്നത് ആ സമയത്താണ്. ആ സമയത്തിന് ശേഷമാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. ഞങ്ങൾ കൂടുതൽ അടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെ അവിടെ ബ്ലോക്കേജ് വന്നു തുടങ്ങി. ഇപ്പോൾ സനൽകുമാർ ശശിധരനും മഞ്ജു വാര്യറും പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നത് താങ്കൾ മാത്രമാണ്. ഇത് സമർത്ഥിക്കുന്ന, ഇത് ശരിയായിരുന്നു എന്ന് പറയുന്ന ഒരു മൂന്നാമൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നാമത്തെ കാര്യം, ഈ രണ്ട് പേര് തമ്മിലുള്ള വളരെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ഒരു മൂന്നാമൻ വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യത്തിൽ ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വളരെ സീക്രട്ടീവ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു അത്. കാരണം എന്ന് പറയുന്നത് ഇവരുടെ അവസ്ഥയിൽ വേറൊരാളുമായിട്ട് ഇവർ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, വേറൊരാളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അവർ പറഞ്ഞതെന്ന് പറയുന്നത് ഈവൻ വീട്ടിൽ പോയാൽ പോലും ഒരു പർട്ടിക്കുലർ സമയത്തിനപ്പുറത്തേക്ക് അവരുടെ വീട്ടുകാരുമായിട്ട് ഒന്നിച്ച് കഴിയാൻ പറ്റില്ല എന്ന് പറയും. ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ 3 ശബ്ദരേഖകൾ ഞാൻ ഫേസ്ബുക്കിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ശബ്ദരേഖകളിൽ ശബ്ദം മാറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് മറ്റൊരു ശബ്ദത്തിലായിരുന്നു, മറ്റൊരു ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്, മറ്റൊരു ഐഡന്റിറ്റിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഈ ഇവരുടെ ഐഡന്റിറ്റിയോ ഇവരുടെ ശബ്ദമോ ട്രേസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് ആ നിമിഷം കൊല്ലപ്പെടുമെന്നാണ്.
അത്രമാത്രം രഹസ്യങ്ങൾ ഇവർക്കറിയാവുന്നുള്ളത് കൊണ്ട് എന്ത് തന്നെ കോൺസിക്വൻസസ് ഉണ്ടായാലും പിടിക്കപ്പെട്ടാൽ കൊല്ലപ്പെടും എന്നുള്ള ഒരു ഇത് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റിൽ ഞാൻ പുറത്തുവിട്ട ശബ്ദരേഖയിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് 99.99 ചാൻസിൽ നീ ഇത് പറഞ്ഞാലും അത് നടക്കും. അത് നടക്കുമെന്ന് പറയുന്നത് അവരുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ശബ്ദ സംഭാഷണം പുറത്തു പോയാൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് താങ്കളോട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓഡിയോ സന്ദേശങ്ങളെല്ലാം പുറത്തു വിട്ടത്? അത് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വളരെ സീക്രറ്റീവ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇവർ പ്രാഗിലായിരുന്ന സമയത്താണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇവർ നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരിട്ട് ഡയറക്റ്റ് ശബ്ദത്തിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഡയറക്റ്റ് ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത് മാത്രമല്ല, ഇവർ വളരെ സെഡേറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി. രാത്രിയിൽ കുറച്ച് നേരം സംസാരിക്കും, എന്നിട്ട് ഉറക്കത്തിലേക്ക് വീഴും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ സെഡേറ്റീവ് ഉപയോഗിക്കുന്നുണ്ട്, ഇവരെ എന്തോ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പലതവണ പറഞ്ഞു എന്താ സംഭവിക്കുന്നതെന്ന് എന്നോട് പറയണമില്ലെങ്കിൽ ഞാൻ പുറത്തു വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇത് എന്നോട് സംസാരിക്കുന്നതിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ പിടിക്കപ്പെട്ടു. അല്ലെങ്കിൽ അപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് നീ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം ശബ്ദത്തിലുള്ള ഇത് എനിക്ക് എൻ്റെ കയ്യിൽ റെക്കോർഡ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവർ. പക്ഷേ ആ സമയത്ത് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് വളരെ ഒരു റേജിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഒരു സമയത്ത് എന്നോട് ഒന്ന് പറയുന്നു നീ മൂവ് ഓൺ ചെയ്യണം, നമുക്കിതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയുമ്പോൾ ഞാൻ ഇവരെന്നെ പറ്റിച്ചിട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണെന്ന് ഉള്ള വിചാരത്തിൽ ഇതിനൊരു എവിഡൻസ് വേണമല്ലോ. അല്ലെങ്കിൽ എന്നിട്ട് ഇന്ത്യ നിന്റെ എവിഡൻസ്, നീ റെക്കോർഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഇന്ത്യ, മഞ്ജു ചേച്ചി നീ സംസാരിച്ച തെളിവുകൾ ഇന്ത്യ, നിങ്ങൾ തമ്മിലുള്ള ചാറ്റ് ഇന്ത്യ, ഇതൊക്കെ എവിടെ പോയി? ഇതൊക്കെ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നീ തന്നെയാണ്. ഓക്കെ, ഇതൊന്നും നിന്റെ ഇല്ല. നീ വെറും നിന്റെ നാക്കുകൊണ്ടും ഇങ്ങനെ പുലമ്പുന്ന സാധനങ്ങൾ മാത്രമേ നിന്റെ ഉള്ളൂ. അതൊരു തെളിവല്ല എൻ്റെ പൊന്നെ, എൻ്റെ സനൽ കുമാർ ശശിധര, അതൊരു തെളിവല്ല. ഓക്കെ, നല്ലൊരു കരിയറിൽ നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് നിന്നെ പോലുള്ള കുറേ പേര് കാണും, നല്ല പോലെ കാണും. ഓക്കെ, മേ ബി നിന്റെ പടം ഇപ്പോൾ ഇറങ്ങാതിരിക്കാനുള്ള കാരണവും മേ ബി അതായിരിക്കാം. കാരണം നിന്റെ പടത്തിൽ നിന്നെ ട്രസ്റ്റ് ചെയ്ത് നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വന്ന് നിന്ന് ഇത്രയും നല്ല രീതിയിൽ അഭിനയിച്ച് മുന്നോട്ട് പോയ ഒരു വലിയൊരു താരത്തിനോട് നിനക്ക് ഇഷ്ടം തോന്നും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമൊക്കെ തോന്നാറുണ്ട്, സിനിമാ നടിമാരോടൊക്കെ നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. അത് ആ രീതിയിലങ്ങ് പോകും. നമുക്കറിയാം ഇതൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നും, നമുക്ക് അവരെ കാണാൻ പോലും പറ്റത്തില്ല. പക്ഷേ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിന്റെ ഉള്ളിൽ ഉള്ളൊരു ശരിക്കും ഒരു ഫാന്റസി നീ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കാണാം. പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിക്കുന്നില്ല. എവിഡൻസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ പുറത്ത് വിടുമെന്ന് പറഞ്ഞപ്പോൾ ഇവരാകെ പാനിക്കായിട്ട് സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാനിത് പുറത്ത് പറയാൻ ആഗ്രഹിച്ചതേ അല്ല. കാരണം അവർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് അതിനകത്തുണ്ട്. പിന്നെ അതിനകത്ത് ഒരുപാട് കുറ്റവാളികളുണ്ട്. എനിക്കതിനകത്ത് പറയുന്നതിന് വലിയ പരിമിതികളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പുറത്ത് വിടണ്ട. ഇവരെന്നോട് പറഞ്ഞത് ഒരു 4 വർഷത്തേക്ക് എനിക്ക് അനങ്ങാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതെനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞാനത് പല പ്രാവശ്യം ചോദിച്ചിട്ടും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കരുതിയൊക്കെ ഇവരുടെ ഒരു പർട്ടിക്കുലർ അവസ്ഥയിൽ ഈ 4 വർഷം എന്ന് പറയുന്നത് ഒരു 2 മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധത്തിൽ 4 വർഷമോ 10 വർഷമോ എന്നൊരു വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ പിന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. സെഡേറ്റീവ് ഉപയോഗിക്കുന്നത് പോലെ അവർ നോർമൽ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങിയെന്നത് തന്നെ എന്നെ ഭയപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ അപ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് അതിൽ നിന്ന് പോലും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാനത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരില്ലായിരുന്നു. അതെ, ഇപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും, നിങ്ങളെ ആരോ പറ്റിക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. ഈ പറ്റിക്കപ്പെടുകയല്ലായിരുന്നു, അത് യഥാർത്ഥത്തിൽ മഞ്ജു വാര്യർ തന്നെ ആയിരുന്നു എന്ന് സമർത്ഥിക്കാൻ എന്ത് തെളിവാണ്? എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇഷ്യൂ പുറത്ത് പറഞ്ഞു. ഇങ്ങനെ ഒരു സ്ത്രീ, അതും കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന, ഒരുപക്ഷെ ലോകത്തിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്ത്രീ പരസ്യമായിട്ട് ഇതുപോലെ ഒരു തടവിലാണ് എന്നുള്ളൊരു ഇഷ്യൂ ഞാൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു ഹൃദയബന്ധത്തിലാണ് എന്ന് ഞാൻ പറയുന്നു. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറയുമ്പോഴൊക്കെ എന്നെ അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ കൊണ്ടുപോകുന്നു, വെറുതെ വിടുന്നു.
അതായത് എന്നെ മഞ്ജു രഹസ്യമായിട്ട് വാര്യർ നേരിട്ട് പരാതി കൊടുത്തൊരു സമയമുണ്ടായിരുന്നു. അല്ല, ഈ പരാതി കൊടുത്തെന്ന് പറയുന്നതാണ്. ആ പരാതിയിൽ എല്ലാം ഫേക്കാണ്. എനിക്കെതിരെ കൊടുത്തിട്ടുള്ള കേസ് കോടതിയിൽ വിചാരണ നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫേക്കാണ്. മഞ്ജു വാര്യർ കോടതിയിൽ വരില്ല, കാരണം അത് ഫേക്കാണ്. അപ്പോൾ ഈ പോലീസ് സേനയ്ക്കകത്ത് തന്നെ ഉള്ള ഒരുപാട് അനോമലീസ് ഇതിനകത്ത് വരുന്നത് കൊണ്ട് മഞ്ജു വാര്യർ കോടതിയിൽ വരില്ല, വിചാരണ നടക്കില്ല. പക്ഷെ പ്രചരണം എന്താണ്? മഞ്ജു വാര്യർ പരാതി കൊടുത്തു. ഇതിനകത്തൊരു സത്യം പുറത്തു വരണ്ടേ? അവർക്കതിന് പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, അവർക്കിതിന് താല്പര്യമില്ല. വെറുതെ അവരുടെ വില കളയാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കും ഈ മഞ്ജു ചേച്ചി ഇതൊന്നും ചെയ്യാത്തത്. നീ ഇങ്ങനെ ചുമ്മാ പാട്ടും പാടി നാട് നീളെ കൊട്ടി ഘോഷിച്ച് മറ്റേ പാണൻ പാടി നടക്കുന്ന പോലെ പാടി നടക്കല്ലേ നീയും മഞ്ജു ചേച്ചി തമ്മിൽ റിലേഷൻഷിപ്പാണെന്ന് പറഞ്ഞിട്ട്. ഇതങ്ങ് ഒരിക്കലും ഒരു ലോജിക്കുള്ള കാര്യം. അരിയാഹാരം കഴിക്കുന്ന ഓരോ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും നീ പറയുന്ന കൊണകൊണമുള്ള ഡയലോഗ് വിശ്വസിക്കാൻ പോകില്ല. മനസ്സിലായോ? അവരത്രയ്ക്കും കഴിവുള്ള, അത്രയും ടാലൻ്റ് ഉള്ള. നീ എന്തൊക്കെയാണ് പറയുന്നത്? അവർ സെഡേഷൻ എടുത്തു, അത് രാത്രി അത് സ്ലീപ്പിംഗ് പിൽസ് പോലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഉറങ്ങുന്നത്. ഈ ഒരു രീതിയിലുള്ള വേ ഓഫ് ടോക്ക് വരെയാണ് നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ വിശ്വസിച്ചിട്ട് പടത്തിൽ വന്ന് അഭിനയിച്ചു വിട്ട് പോയ ഒരു നടി, ഓക്കെ, അതവിടെ കഴിഞ്ഞു, ആ ഒരു കണക്ഷൻ അവിടെ കഴിഞ്ഞു. പക്ഷെ നീ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിക്കൂട്ടുന്നത്? എന്തെങ്കിലും ലോജിക്കുള്ള കാര്യങ്ങളാണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുക. ഇവനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് കമന്റ്സിൽ എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെന്നുള്ള ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരെ